ആലത്തൂർ താലൂക്ക് ആശുപത്രിയുടെ പുതിയ ഒ.പി. ബ്ലോക്കിന്റെയും നവീകരിച്ച കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം ജനുവരി 31-ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. സ്വാഗത സംഘം രൂപീകരണ യോഗം ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കെ.ഡി. പ്രസേനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. 15 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആലത്തൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിലെ ആശുപത്രിക്ക് ആവശ്യമായ എല്ലാ അത്യാധുനിക സംവിധാനത്തോടും ഉൾപ്പെടുന്ന ഒ.പി. ബ്ലോക്ക് സജ്ജീകരിച്ചു. ഏറ്റവും മനോഹരമായ ആ ബിൽഡിംഗ് വന്നാൽ നിലവിൽ പലതരത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും രൂക്ഷമായ പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താണ്. പൂർണ്ണതോതിൽ ആശുപത്രി നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് അതിനെ വീണ്ടും വികസിപ്പിക്കണം. അതിന് നിലവിൽ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഓരോ തടസ്സങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുക. ചെയ്യുന്ന സമീപമാണ് ആശുപത്രി കോമ്പൗണ്ട് എന്നുള്ളതുകൊണ്ടാണ് മുൻപ് പലപ്പോഴും നമ്മൾ സമർപ്പിച്ചിരുന്ന കെട്ടിടങ്ങൾക്ക് അനുമതി ലഭിക്കാതെ പോയി. തുടർന്ന് ഇപ്പോൾ നമ്മൾ പൊളിച്ചു കൊടുത്ത കെട്ടിടം അത് പൊളിക്കാവുന്ന ഒരു സ്ഥിതിയിൽ എത്തുന്നത് വരെ നമുക്കൊരു പുതിയ ഫണ്ടും ആ കോമ്പൗണ്ടിൽ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ പൊളിച്ചു കൊടുത്ത സ്ഥലത്ത് മുൻപ് കെട്ടിടമുണ്ടായിരുന്നു. നമ്മുടെ എക്സ്റേ യൂണിറ്റ് ഉൾപ്പെടെ അതുപോലെ തന്നെ പഴയ ക്യാൻറ്റീൻ ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന നഴ്സിംഗ് സ്റ്റാഫ് ഉപയോഗപ്പെടുത്തിയിരുന്ന റൂമുകൾ ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾ, ചെറിയ ചെറിയ കെട്ടിടങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഡെമോളിഷ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ആ സ്ഥലം നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ 15 കോടി രൂപയുടെ പ്രപ്പോസൽ അംഗീകരിക്കാനും അതിപ്പോൾ പൂർത്തീകരിക്കാനും കഴിയും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കണ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക, ജില്ലാ പഞ്ചായത്ത് അംഗം ഷിബി കൃഷ്ണ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ടി.വി. റോഷ്, തഹസിൽദാർ ശരവണൻ, സൂപ്രണ്ട് ഡോക്ടർ ശ്രീജ എന്നിവർ പ്രസംഗിച്ചു. സ്വാഗത സംഘം ചെയർമാനായി ടി കണ്ണനെയും ജനറൽ കൺവീനറായി ഡോക്ടർ ശ്രീജയും തിരഞ്ഞെടുത്തു. ഡോക്ടർ ശ്രീജ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് അംഗം അലി നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.